എൻ്റെ കൂട്ടുകാരെ, ഞങ്ങളിപ്പം മീൻകുഴി വരെ വന്നു. ചേട്ടായുടെ കൂട്ടുകാരൻ്റെ വീട് വരെ വന്നതാണേ. നല്ല രസമുണ്ട്, ഭയങ്കര മഴയാണ്. അപ്പോൾ ഇവിടുത്തെ ഞാൻ കാഴ്ച കാണിക്കാവേ. മഞ്ഞിങ്ങനെ കയറി വരുന്നതിൻ്റെ കാഴ്ച, മഴ പെയ്ത് തോരും, അതിൻ്റെ കാഴ്ച കാണിക്കാവേ. കണ്ടോ കൂട്ടുകാരെ, മഞ്ഞതേ കയറി കയറി വരുവാണേ. ഇപ്പം മഴ തോർന്നതേ ഉള്ളൂ, കാണാൻ പറ്റുമോ? നല്ല ഭംഗിയാട്ടോ. ഇത് മീൻകുഴിയാണ്. ഇവിടെ മീൻകുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ് ചിറ്റാറിൻ്റെ. ഇത് മീൻകുഴിയിലെ റോഡാണ്. ചേട്ടായുടെ എന്താ മീൻകുഴി. വയ്യാറ്റുപുഴ ബസ് വരുന്നതാണേ. ഇത് ചെറിയ റോഡാട്ടോ. അപ്പം ബ്ലൂ ഹില്ല്, ചിറ്റാറ്, മീൻകുഴി, വയ്യാറ്റുപുഴ. എന്നിട്ട് ഈ ബസ് വയ്യാറ്റുപുഴ വന്നിട്ട് കോന്നിക്ക് പോകും. കണ്ടോ കൂട്ടുകാരെ, ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ചിറ്റാറിൽ നിന്ന് അമ്പാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന ബേക്കറി കട കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ബണ്ണ് വാങ്ങിച്ചു കേട്ടോ. വാങ്ങിച്ച കുഞ്ഞു ബണ്ണ്, നല്ല ടേസ്റ്റാണ്. അതിനിവിടെ കിടന്നുകൊണ്ടോ പുറകെ കിടന്ന് അടി ഉണ്ടാക്കുമായിരുന്നു. ഇവർ രണ്ടും കൂടെ ബണ്ണിന് വഴക്കുണ്ടാക്കുമായിരുന്നു. നല്ല സൂപ്പർ ബണ്ണാന്നും പറഞ്ഞു. എന്നിട്ട് എന്നോട് പറയുക ഇനിയും ബണ്ണ് വാങ്ങിക്കാനോ. ബണ്ണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ കൂടെ കഴിക്കുമായിരുന്നു. കണ്ടോ, മഴ പെയ്ത് തോർന്നാണേ. കാണാൻ പറ്റുമോ മഞ്ഞ്? എനിക്ക് ഇത് മീൻകുഴിയിൽ ഇന്ന് മേൽഭാഗത്തുനിന്ന് നിന്ന് താഴത്തോട്ട് എടുക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെയൊക്കെ കാണാൻ മുഴുവൻ ഇതെല്ലാം മറ്റേ വനമാണ് കേട്ടോ. ഇത് നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്ന കാടാട്ടോ. ശബരിമലയിലോട്ട് പോകുന്ന കാടുകളായത്. ഇത് ചെല്ലുന്നത് ശബരിമലയിലോട്ടാണ്. ഇത് നല്ല നല്ല ഭംഗിയാട്ടോ. ഇവിടെ ചിറ്റാറെന്ന് പറഞ്ഞ ഈ ഗ്രാമം നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, നിറയാണെങ്കിൽ വനവും മൃഗങ്ങളും നല്ല ഭംഗിയാണ്. പറ്റുന്നവരൊക്കെ കണ്ടോ, യാത്ര ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലം വനമേഖലയിലേക്ക്. ഡേഞ്ചറസും ഉണ്ട്, പക്ഷേ ഞാൻ നല്ല കണ്ടോ, മഴ പെയ്ത് തോർന്ന് നിൽക്കുന്ന സമയമാണേ. നല്ല രസമല്ലേ കാണാനും. നാട്ടിലെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളാണ് കേട്ടോ, ഹോളി ഫാമിലി സ്കൂള്. ഇവിടെ ICC സിലബസാണ്. ഇവിടെ LKG തൊട്ട് 10 വരെയുണ്ട്. ഇതാണ് ഹോളി ഫാമിലി സ്കൂള്. സിസ്റ്റേഴ്സ് താമസിക്കുന്ന മഠവും ചാപ്പലും എല്ലാം കൂടെ. പിന്നെ ഇവിടെ ആണെങ്കിൽ ഹോസ്റ്റലുണ്ട്, പിള്ളേരുടെ ഹോസ്റ്റലുണ്ട്. അത് എല്ലാം താമസിക്കുന്ന, ഇത് പണി നടക്കുന്നത് ഇപ്പം തീർന്നു. ഇവിടെ താമസിക്കുന്ന സ്ഥലം എല്ലാമാണ്. അതായത് ഞങ്ങളുടെ ചിറ്റാറിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കണ്ടാലും അതിൻ്റെ ഭംഗി തീരത്തേയില്ല. എപ്പോഴും ഓരോ സമയത്ത് ഓരോ, മഴ പെയ്യുമ്പം ഒരു ഭംഗി, മഴയില്ലാത്തപ്പോൾ ഒരു ഭംഗി. കാരണം വെച്ചാൽ ഫുള്ള് വനമല്ലേ. അതുകൊണ്ട് നമുക്ക് നല്ല ക്ലൈമറ്റും നല്ല ഇതായിട്ട്. വെള്ളത്തിനാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും, നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ്. നോക്കി, നല്ല രസമല്ലേ. ഇതുണ്ടോ, മുഴുവനും കേട്ടോ റബ്ബർ തോട്ടം ഒക്കെയാണ്ടോ. സത്യം, നാട്ടിലെ റംബൂത്താന്റെ സമയം കേട്ടോ. കിളി കൊത്താതിരിക്കാൻ റംബൂത്താൻ കേട്ടോ. ഈറ്റിച്ചോടിൻ്റെ ഇവിടുത്തെ പാലം മഴ പെയ്ത് കണ്ടോ, വെള്ളം പാലത്തിൻ്റെ അടി തോട്ടിക്കൂടെ. ഇതൊരു തോടാട്ടോ. ഇതിൽ കൂടെ കണ്ടോ ഒഴുകി വരുന്നുള്ള കറുത്ത വെള്ളമാണ്. നല്ല കലങ്ങി മറിഞ്ഞ് വെള്ളമാണ് കണ്ടോ. ഇത് കണ്ടോ, ഈ ബോർഡ് കണ്ടോ, ആങ്ങമൊഴി ചിറ്റാറ് കണ്ടോ. ആങ്ങമൊഴി ചിറ്റാറ് ബാക്കിലോട്ടൊന്നും എടുത്ത് വെച്ച്. ആങ്ങമൊഴി ചിറ്റാറ് കോന്നില. നമുക്കിതിലെ കൂടെ ആങ്ങമൊഴിക്ക് 14 കിലോമീറ്റർ, ചിറ്റാറിന് 3 കിലോമീറ്റർ, കോന്നിക്ക് 23 കിലോമീറ്റർ. ഞാനിപ്പം അതെ കോന്നിക്ക് തിരിയുന്ന ജംഗ്ഷനാട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുന്ന നേരെ പോകുന്നത് കോന്നിക്ക് കേട്ടോ. നേരെ പോകുന്ന കോന്നിയിലേക്ക്. റോഡ് നേരെ ചെല്ലുന്ന കോന്നി. റൈറ്റ് റോഡ് മിസ്സായി കേട്ടോ. റൈറ്റ് പോകുന്നത് സീതത്തോട്, ആങ്ങമൊഴി, ഗവി, കക്കി ഡാം അങ്ങോട്ടത്തേക്ക് പോകുന്ന റോഡ്. ഇത് പിന്നെ നേരെ പോകുന്നത് ചിറ്റാറാട്ടോ. ഇത് ചിറ്റാറിലോട്ടാണ് പോകുന്നത്.
ഇവിടെ നമ്മുടെ ഗവിയിലൊക്കെ ഓൾമോസ്റ്റ് ഒത്തിരി പേർക്ക് അറിയാവുന്ന സ്ഥലമാണ് ഗവിയൊക്കെ. ഗവിയിലേക്ക് പോകുന്ന റോഡാണ്. സീയത്തോട്ട് ചെന്നിട്ടാണ് ഗവിക്കും ആമൊഴിക്കും ഒക്കെ പോകുന്നത്. വാലേപ്പടിക്ക് പാലം. ഇവിടെ ഒരു ക്ലബ്ബ് ഉണ്ട് കേട്ടോ, നവജ്യോതി എന്നും പറഞ്ഞ ക്ലബ്ബാണ്. പക്ഷെ അവരുടെ സൂപ്പർ ആണ് കേട്ടോ ക്ലബ്ബ്. അവിടുത്തെ പിള്ളേരുടെ വോളിബോൾ കളിക്കുന്ന ഗ്രൗണ്ട് കേട്ടോ. വോളിബോൾ കളിക്കുന്ന ഗ്രൗണ്ടും ഇവിടുത്തെ അംഗനവാടിയൊക്കെ കേട്ടോ. ഇത് ഈ റോഡിൽ കൂടെ നമുക്ക് നേരെ മണിയാറ് ഡാമിന്റെ തൊട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം മണിയാറ് ഡാം കാണിച്ചില്ലേ, മണിയാറിന്റെ ഡാമിലോട്ട് അവിടോട്ട് ചെല്ലുന്ന അവിടെ ഒരു പള്ളിയുണ്ട്, ഒരു അമ്പലമുണ്ട്. അവിടോട്ടാണ് ഈ റോഡ് നേരെ ചെല്ലുന്നത്. ഇത് തെക്കേക്കര റോഡാണ്. ചിറ്റാറ നേരെ തെക്കേക്കര വന്നിട്ട് ഇതിലേക്കൂടെ വേണേ മണിയാറ്. അത് ഷോർട്ടായിട്ട് ഇവിടെ ഈ തെക്കേക്കര ഉള്ളവർക്കൊക്കെ പത്തനംതിട്ടയ്ക്ക് പോകാനും മണിയാറൊക്കെ പോകാനും ഏറ്റവും നല്ല സ്ഥലമാണ് കേട്ടോ. ഇതിലേക്കൂടെ നേരെ ഇതിൻ്റെ ഇത് ഇച്ചിരൂടെ അങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ 2 സൈഡിലും വനമാണ് കേട്ടോ. ആ വനത്തിൽ കൂടെയാണ് റോഡ് പോകുന്നത്. നല്ല സൂപ്പർ. നമ്മൾ അതിലേക്കൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കേഴേനെയും മാനിനെയും പിന്നെ നമുക്ക് ഭാഗ്യമുണ്ട് ആനയും കാണാം കേട്ടോ. രാത്രിയിലൊന്നും ഭയങ്കര ഡേഞ്ചറസ് ആട്ടോ, അതിലെ വരാൻ പറ്റത്തില്ല. ആന റോഡിൽ ഇറങ്ങി നിൽക്കും. കാരണം ഇപ്പം ചക്കയുടെ സീസണാണ്. ആനയ്ക്ക് ഭയങ്കര ശല്യം കേട്ടോ. തെക്കേക്കര സ്ഥലം എന്ന് പറഞ്ഞാൽ ആനയുടെ പന്നി ഭയങ്കര ഇതാണ്. നല്ല സ്ഥലമാണ് കേട്ടോ. ഇതിലൂടെ നേരെ പോകുന്നത് മണിയാറിലോട്ട്. ഇപ്പൊ പുതിയതായിട്ട് പണിത റോഡാട്ടോ ഇത്. റീടാറിങ് എല്ലാം ചെയ്ത് നല്ല രീതി. ഇത് നേരെ കോന്നിയിലോട്ടും പോകും കേട്ടോ ഈ റോഡ്. കോന്നി മെഡിക്കൽ കോളേജിലോട്ട്, പുതിയ മെഡിക്കൽ കോളേജ് വന്നില്ല കോന്നിയില്. അല്ല, ഇതില് ചെന്ന് വാലപ്പടിക്ക് ചെന്ന് പോകാമല്ലോ, അങ്ങനെയാ പോകാം. തെക്കേക്കരയിലാണ് എൻ്റെ ചേട്ടായിയുടെ വീട്. ഞങ്ങൾ അതിനകത്ത് ഇവിടെ കണ്ടോ റംബൂത്താനിലൊക്കെ ഉണ്ടല്ലോ കിളികൾ വന്ന് തിന്നായിരിക്കാൻ വലയിട്ട്. ഇതാണ് ചേട്ടായിയുടെ വീട്. ഇതാണ് ചേട്ടായി ജനിച്ച് കളിച്ച് നടന്ന നാടാണ് തെക്കേക്കര. വളർന്ന നാടാണ് തെക്കേക്കര. ഇത് ചേട്ടായിയുടെ വീടാണ്, ചേട്ടായിയുടെ കുടുംബ വീടാണ് കേട്ടോ. ഞങ്ങളുടെ ചിറ്റാറായത്. ചിറ്റാറിലോട്ട് പോകുന്ന അക്കരക്കര ഇങ്ങനെ പതുക്കെ ഇറങ്ങി വരുക. ചിറ്റാറാണ്ട ചിറ്റാറോട്ട് ഇപ്പം കയറും. നമ്മൾ അക്കരെ നിന്നല്ലേ പറഞ്ഞേ ചിറ്റാറിന്റെ സ്ഥലമാണ്. നമ്മളിവിടെ തെക്കേക്കര വന്നു. തെക്കേക്കരന്ന് നമ്മള് ചിറ്റാറിലോട്ട് കണ്ടത്തിന്റെ ഇത് ചിറ്റാറിന്റെ ഇതൊരു കണ്ടമാണേ. ഞാൻ കാണിക്കാവേ. ചേട്ടായൊക്കെ ഇതിലെ കേട്ടോ സ്കൂളിൽ പോയത്. ഇത് കണ്ടവാ, ചതുപ്പ് സ്ഥലമാണ്. ഇതിലേക്കൂടാണ് നടന്ന് ചിറ്റാർ സ്കൂളിലോട്ട് പോയത്. കണ്ടത്തിന്റെ അടുത്ത വഴിയാണ് ചിറ്റാർ സ്കൂളിലോട്ട് പോകുന്നത്. ഇതിലുള്ള ആൾക്കാർക്കൊക്കെ എളുപ്പമാണ് കേട്ടോ ചിറ്റാറിലോട്ട് പോകാൻ. ഇത് കണ്ടേ ചിറ്റാറിലോട്ട് നമ്മൾ കയറുക കേട്ടോ. ചിറ്റാറിന് ഇവിടെ ഇത് നമ്മുടെ ഡോക്ടറിന്റെ ഇവിടെ ഒരു ക്ലിനിക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കാണിക്കാം. ഇതാണ് ആശ്രമം. ഇത് ശ്രീ സുബാനന്ദ ആശ്രമം എന്ന് പറഞ്ഞ സിജമാന്റെ പപ്പയുടെ വണ്ടിയത്. പിന്നെ ഇതുണ്ട് ഹോസ്പിറ്റൽ കേട്ടോ. ചിറ്റാറില് ആപ്പാട് ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അജയദേവന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന അജയദേവന്റെ ഹോസ്പിറ്റലാണ് ഇത്. ചിറ്റാറില് നല്ലൊരു ഹോസ്പിറ്റലാണ് ഇല്ലാത്ത. ക്ലിനിക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഇവിടെ. നല്ല ബാക്കി എല്ലാം ഉണ്ട് കേട്ടോ. ബാക്കി നല്ല ഇവിടെ ആണ്ടോ ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെ. ബാക്കിയും കൊണ്ട് ചിറ്റാറെല്ലാം പിന്നെ അടിപൊളി സ്ഥലവും കാണാനുണ്ട്. ഇവിടെ ഉണ്ട് പോലീസുകാർ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാമറ വെച്ചിട്ടുണ്ട്. പെട്രോൾ പമ്പിലായാലും ബിവറേജിന് ഒരു ക്ഷാമമല്ല, ബിവറേജും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് ചിറ്റാറ് സിറ്റി കേട്ടോ. അത് അല്ലാണ്ട് ഇത് ബസ് സ്റ്റാൻഡ്, ചിറ്റാറ് ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇവിടുന്ന് ഗവിക്കും ആങ്ങുമൊഴിക്കും ഒക്കെ ബസ്സുണ്ട്. ഇതാണ് ചിറ്റാറ് ബസ് സ്റ്റാൻഡ്, എല്ലാം ഉണ്ട്. പക്ഷേ ചിറ്റാറിലെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹോസ്പിറ്റലില്ല. ആ ഒരു കാര്യം മാത്രമാണ് ചിറ്റാറിലില്ലാത്തത്. ക്ലിനിക്കും കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് നമുക്കൊരു വയ്യാഴിക കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് നമ്മൾ പത്തനംതിട്ടയിൽ ചെല്ലണം, അല്ലെങ്കിൽ കോന്നിക്ക് ചെല്ലണം. കോന്നിക്ക് പോകുന്ന ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്, കാരണം വനത്തിൽ കൂടെ വേണം പോകാൻ. അതുകൊണ്ട് റോഡ് നല്ലതാണ്. പക്ഷെ ഇപ്പം നമുക്ക് കോന്നിയാണ് 23 കിലോമീറ്റർ ഉള്ളു കോന്നി. പെട്ടെന്ന് ഇത് കണ്ട് ഗവൺമെന്റ് ആശുപത്രി, അത് പിന്നെ ഉച്ച വരെ ഉള്ളു. 4 മണി വരെ, ഉച്ച വരെ OP ടിക്കറ്റ് ഉള്ളു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇതാണെങ്കിൽ നമുക്ക് കോന്നിക്ക് പോകാൻ എളുപ്പമാണ്. പക്ഷെ
രാത്രി പകൽ നമുക്ക് പോകാം, രാത്രി റിസ്ക് ആണ്. കാരണം വനത്തിൽ കൂടെ തണ്ണിത്തോട് വനത്തിൽ കൂടെ പോകണം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. സന്ധ്യ ആയി കഴിഞ്ഞാൽ ആന ഇറങ്ങും. അതുകൊണ്ട് ചിറ്റാറിന് ഏറ്റവും വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലില്ല. പിന്നെ പത്തനംതിട്ട ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഹോസ്പിറ്റലുണ്ട് പത്തനംതിട്ടയിൽ. ഇവിടെ പിന്നെ ആണെന്നെങ്കിൽ നമുക്ക് 33 കിലോമീറ്റർ ഉണ്ട് ചിറ്റാറിൽ നിന്ന് പത്തനംതിട്ട വരെ ചെല്ലാൻ. ഇപ്പം ഒരു മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞ ചിറ്റാറിൽ. പക്ഷേ ബാക്കിയെല്ലാം കൊണ്ട് അടിപൊളിയാണ്. അല്ലേ, ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ. ഇത് കൊച്ചു സ്കൂളെന്ന് പറയും. അവിടെ LKG തൊട്ട് 4 വരെയാണ് കൊച്ചു സ്കൂളിൽ. പിന്നെ തൊട്ടിപ്പുറത്താണ്, ഇത് ഞാൻ കാണിക്കാവേ, ഇപ്പുറത്താണ് ചിറ്റാറിലെ ഹൈസ്കൂള്. അവിടെ 5 തൊട്ട് ഇതാണ് ചിറ്റാറ് ഹൈസ്കൂള്. ഇവിടെ 5ാം ക്ലാസ് തൊട്ട് +2 വരെ ഉണ്ട് ചിറ്റാറിൽ. അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ അടിപൊളിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ മെയിൻ ഹോസ്പിറ്റലാണ്, അതാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. റോഡാണേലും കൊള്ളാം, ഇവിടുത്തെ ഭംഗിയാണേലും കൊള്ളാം, പ്രകൃതി ഭംഗി ഒക്കെ അടിപൊളിയാണ്. മൃഗങ്ങളെ കാണാനാണേലും എല്ലാം അടിപൊളിയാണ്. പക്ഷെ മെയിൻ ഹോസ്പിറ്റലാണ് ഇല്ലാത്തത്. ഇത് ചിറ്റാർ സ്കൂളാണ്. സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. കണ്ടോ, ഇത് എൻ്റെ ചേട്ടായൊക്കെ പഠിച്ച 7, 8, 9 ഒക്കെ പഠിച്ച ക്ലാസ് റൂമാണ്. ഇപ്പം ഇതിനകത്ത് ഒന്നുമില്ല, എല്ലാം അടച്ചിട്ടിരിക്കുക, പുതിയ ബിൽഡിംഗ് ആക്കിയല്ല. ഇത് കണ്ടോ, ഇത് നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന ജംഗ്ഷനായിട്ട് ഗുരുസന്നതി കുടുംബയോഗം എന്ന്. ഇവിടെ ഒരു ക്ലബ്ബുണ്ട് കേട്ടോ. അത് ചെറിയൊരു ക്ലബ്ബാണ്. അവിടെ പിള്ളേര് ഇതിന് എന്താ പറഞ്ഞാൽ ചെസ്സും ക്യാരംസും ഒക്കെ കളിക്കണം. ഇത് കണ്ടോ, നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന റോഡായത്. ഇത് കണ്ടോ, മഴ പെയ്യുമ്പം വെള്ളം ചാടുന്ന കണ്ടോ, അവിടുന്ന് പൈപ്പ് വെച്ചിരിക്കുക കേട്ടോ. ഇനി നമ്മുടെ വീട്ടിലോട്ട് കയറുക കണ്ടോ. ഒരു കയറ്റം കയറി ഇത് ഞങ്ങളുടെ കുളം കേട്ടോ. നമ്മുടെ സിജിയോണിക്കാരുടെ അവരുടെ ഒരു പാറമടയായിരുന്നു. ഇപ്പൊ അതിനകത്ത് മീൻ വളർത്തുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ പുതിയ ഞങ്ങളിവിടെ ഇല്ലായിരുന്ന സമയത്ത് ചെയ്ത കോൺക്രീറ്റ് ചെയ്താണ്. ഇതാണ് ഞങ്ങളുടെ വീട്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീട്ടിലോട്ടാണ് ഞങ്ങളുടെ വീട്. അങ്ങനെ ഞങ്ങള് എല്ലാ യാത്രയും കഴിഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ടാറ്റാ. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ. ഇനി ഞാൻ പോകുമ്പോഴത്തേക്ക് വിശേഷം കാര്യങ്ങൾ കാണിക്കാം. ടാറ്റ ബൈ.